ആര്യകിരീടം വീണുടഞ്ഞു. ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 20ാമത്തെ ദിവസം ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് വൻ പ്രതീക്ഷകളോടുകൂടിയാണ് ഞാൻ കാത്തിരുന്നത്. ഒരു പക്ഷേ ഇതിൽ പല ആളുകളും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലരോടൊക്കെ വീട്ടിൽ പൊക്കോളം പറഞ്ഞാൽ ഒരു തെറ്റില്ല എന്ന് തോന്നിയ സംഭവങ്ങളടക്കം ഈ ബിഗ് ബോസ് സീസൺ 7 ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ പ്രൊമോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ വന്ന് എല്ലാത്തിനും അങ്ങ് ഫയർ ആ ഒരു രീതിയിൽ ഒട്ടും മോശമാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഷർട്ടൊക്കെ കാണാൻ എന്തൊരു രസമാണ്. നല്ല സ്റ്റൈലും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ ഒരു 10-15 പ്രായം കുറഞ്ഞു എന്നൊക്കെ തോന്നുന്ന പോലെ അത്രയും രസമായിട്ടാണ് ലാലേട്ടൻ സ്റ്റേജിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ കുറച്ച് പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹൈജീൻ, കോപം, തർക്കം, സംസാര രീതി, പണിപ്പുര ടാസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം അദ്ദേഹം കവർ ചെയ്യുമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങളുടെ ഒരു റീക്യാപ്പ് കാണിക്കുന്നു. റീക്യാപ്പ് കണ്ടപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ആ റീക്യാപ്പിൽ പ്രധാന വിഷയങ്ങളായി വന്നു എന്നുള്ളത് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അതിൽ പെടാതെ ഉണ്ടായിരുന്നത് ഈ മഴ പെയ്ത സമയത്ത് ഇവരുടെ എല്ലാവരുടെയും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള പലരുടെയും ചിരികളൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്ത് നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും മനുഷ്യന്മാരെ, നിങ്ങളെ കാണാൻ എന്തൊരു രസമാണ്. ഈ വഴക്കും ബഹളവും അങ്ങനെയുള്ള മത്സരങ്ങളും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യന്മാർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ എന്തൊരു രസമാണ്. എന്തായാലും ലാലേട്ടൻ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നു. ഹൈജീനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ക്യാപ്റ്റനെയും അതുപോലെ ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റനെയും എണീപ്പിച്ച് നിർത്തിയിട്ട് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റന്മാർ പറയുന്നത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, പ്രശ്നമില്ലാതെ പോകുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. അവരത് സൂചിപ്പിച്ചതൊക്കെ ഉറപ്പായും 24/7 ഇരുന്ന് കാണുന്ന ബിഗ് ബോസ് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് പരാതിയുള്ളവർ പറയുന്ന കാര്യങ്ങളും കൂടി കേൾപ്പിച്ചതിന് ശേഷം ലാലേട്ടൻ എല്ലാവരോടും പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നു. ബിഗ് ബോസ് ഹൗസ് വിസിറ്റ് ചെയ്യുന്നു. അവിടെ അദ്ദേഹം കുറേ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു. പക്ഷേ 10-18 പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ വിട്ടുകളയാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആഹാരം കഴിച്ച പ്ലേറ്റ് സിങ്കിലേക്ക് വെക്കാതെ വെച്ചിട്ടുള്ളത് ലാലേട്ടൻ കാണുന്നുണ്ട്. പിന്നെ ആര്യൻ്റെ മറ്റേ റേസിംഗ് സ്റ്റാർ ബാഡ്ജ് ഉണ്ടല്ലോ, അത് നെവിൻ അടിച്ചു മാറ്റുകയും ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ വന്നെടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഓഡിയൻസിനോട് ഇവർക്ക് എത്ര മാർക്ക് കൊടുക്കാം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു 4 അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഹൗസിനകത്തേക്ക് ബാക്കിയുള്ളവരെ വീണ്ടും അദ്ദേഹം ചെന്ന് കാണുകയാണ്, സ്റ്റേജിലേക്ക് തിരിച്ചു വന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ഒരു ഷോ വീട്ടിലിരുന്ന് ഇപ്പം ലാലേട്ടൻ പറയുന്ന പോലെ എല്ലാ ജനറേഷനിലും പെട്ട ആളുകളിരുന്ന് കാണുമ്പോൾ അവരിതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി. അതിലൊന്നാണ് സിവിക് സെൻസ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു സെൽഫ് സർവീസാണ്. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കിടന്ന ആ ബെഡും സാധനങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾ തന്നെ വാഷ് ചെയ്ത് വെക്കുക. നമ്മുടെ മുന്നിൽ കാണുന്ന വ്യക്തി ശുചിത്വത്തിനും അതുപോലെ ഒരു സമൂഹ ജീവി എന്നുള്ള രീതിക്കും നമ്മുടെ ശുചിത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ആര്യം ചെയ്ത ആക്ച്വലി അത് ഭയങ്കര വൃത്തികേടായിപ്പോയി. അത് അനീഷ് കണ്ടു എന്നൊക്കെ എണീറ്റ് എന്ന് പറഞ്ഞ സമയത്ത് അനീഷിനെ എന്തപ്പോൾ ചെയ്യണ്ടേ എന്ന് തോന്നിപ്പോയി. അതായത് ആര്യൻ ചീപ്പെടുത്ത് വെച്ച് ഈ താടി കുറച്ച് ട്രിം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചീപ്പെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടാണ് താടി ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടു എന്ന് അനീഷ് പറയുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അതായത് ആര്യൻ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുഴുവൻ അനീഷ് ഇങ്ങനെ കൈ ഉയർത്തുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കൂ, നിനക്ക് എന്താ സംസാരിക്കാൻ എത്ര മുട്ടി നിൽക്കുകയാണോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചൂടാവുന്നുണ്ട്. എങ്കിലും അനീഷിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് കാര്യം പറയുന്നു. അനീഷ് ഇത് കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് അന്നേരം അങ്ങനെ പറഞ്ഞു, പക്ഷേ വേറെ ആരോടെങ്കിലും പറഞ്ഞു ഇല്ല. അപ്പോൾ പിന്നെ ഇയാളിത് കണ്ടു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ കത്തി വെച്ച് തന്നെ സമൂസ മുറിച്ച് കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആര്യൻ അത് വാഷ് ചെയ്യുന്നത് കാണുന്നുണ്ട്. താടിയൊക്കെ ട്രിം ചെയ്തതിന് ശേഷം കത്തി കൊണ്ടുപോയി ജസ്റ്റ് വെള്ളത്തിലൊന്ന് തിരിച്ചും മറിച്ചും കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ച് അവിടുത്തെ ശുചിത്വം എന്ന് പറയുന്നത് പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത്. അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതിൻ്റെ ഒരു വളരെ വേഴ്സായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ആര്യൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആര്യൻ്റെ ബാൻഡ്, റേസിംഗ് സ്റ്റാർ ബാൻഡ്, അത് ഇനി തിരിച്ചു തരില്ല എന്ന് ലാലേട്ടൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ആര്യൻ നേരെ തിരിയുന്നത് നെവിൻ്റെ അടുത്തേക്കാണ്. നെവിൻ്റെ അടുത്ത് പറയുന്നത് ഇവൻ ഭയങ്കര ഓവറാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെ ഞാൻ ട്രസ്റ്റ് ചെയ്തതാണ് എന്നൊക്കെയുള്ള. അപ്പം ലാലേട്ടനും പറയുന്നുണ്ട്. അതുപോലെ അവിടെ ഇരുന്ന ഓരോ ആൾക്കാരും ലാലേട്ടൻ മാറിയതിന് ശേഷം ആര്യനോട് പറയുന്നുണ്ട്, നീ അത് ശ്രദ്ധിക്കണമായിരുന്നു, അത് സൂക്ഷിക്കണമായിരുന്നു, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആര്യനത് സമ്മതിക്കുന്നില്ല. ആര്യൻ പറയുന്നത് ഞാൻ അങ്ങനെ വെച്ചിട്ട് പോകും, അങ്ങനെ എടുക്കുന്നത് ശരിയാണോ, അങ്ങനെ വേറൊരാൾ മോഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെയും ഓരോരോ സാധനങ്ങളായിട്ട് കാണാതാവും എന്ന് അങ്ങോട്ട് പറയുകയാണ്. അതായത്
പറ്റിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ, അല്ലെങ്കിൽ നെവിനെ അങ്ങനെ വിശ്വസിക്കരുത് എന്നുള്ളത് ഇതിന് മുമ്പത്തെ എക്സ്പീരിയൻസ് ഇന്ന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ആര്യൻ അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ആര്യൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ അങ്ങനെ എടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ എടുത്തോണ്ട് പോകുന്നതിൽ കുഴപ്പമില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഓരോന്നൊക്കെ കാണാതാവും എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്തൊരു അറ്റാക്ക് പരിപാടിയൊക്കെയാണ് എനിക്ക് ആര്യൻ ഇന്ന് ഫീൽ ചെയ്തത്. അതുപോലെ നെവിൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഡയലോഗ്, അതായത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിലെ നിലനിൽപ്പിൻ്റെ ഭാഗമായി നെവിനെ നാളെ ഒരു എവിക്ഷൻ ലിസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആര്യൻ അത് ചെയ്യും. അപ്പോൾ പിന്നെ എന്തിനാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഡയലോഗ് പറയുന്നത്? ആര്യൻ്റെ എന്തെങ്കിലും തിങ്സ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആര്യൻ ഒരു പരിഗണന കിട്ടാതാവുമ്പോഴാണ് ഈ ഫ്രണ്ട്ഷിപ്പ് കാർഡ് ഇറക്കുന്നത്. അതിന് മുമ്പ് ധീരതയുടെ ടാസ്കിൻ്റെ കാര്യം പറയുമ്പോഴും ആര്യൻ ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട്. അതിൽ റിലീജിയസ് കാർഡുണ്ട്, വുമൺ കാർഡുണ്ട്, അതിനിടയിൽ വേറെ കുറേ സാധനങ്ങളുണ്ട്. അത് പിന്നീട് നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആര്യൻ ഇതിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അക്ബറൊക്കെ പറയുന്നുണ്ട് അത് നിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഗ്രഡ്ജ് അടക്കം ആര്യൻ്റെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് തൊട്ടടുത്ത് സംഭവിക്കുന്നത്. ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് നേരെ പിടിക്കുന്നത് അക്ബറിനെയാണ്. അക്ബറിൻ്റെ ഭാഷ, ബോഡി ലാംഗ്വേജ്, വളരെ മോശമായിട്ടുള്ള പ്രവർത്തികൾ. ഇപ്പോൾ അനീഷിന് നേരെ തലേണ് എടുത്തെറിഞ്ഞത്, അനുമോൾ അടക്കമുള്ള ആളുകളുടെ പുറകെ നടന്ന് ചീത്ത വിളിക്കുന്നത്, വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഓൾറെഡി ഇതിനു മുമ്പും കുറച്ച് വാർണിങ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ലാലേട്ടൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരോട് എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയും വന്ന് നിങ്ങൾക്ക് ഇത് ക്ലാസ് എടുത്ത് തരേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ അക്ബറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ വീഴ്ചകൾ ഇത് കാണണോ എന്ന് ചോദിക്കുമ്പോൾ ആര്യനാണ് കാണണം ലാലേട്ട എന്ന് പറയുന്നത്. വേറെ ആരും അങ്ങനെ അത്ര ഉറച്ച ശബ്ദത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അക്ബറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആ മോശം വാക്കുകളും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തികളും, ഇപ്പോൾ അനീഷിന് നേരെ തലേണ എറിഞ്ഞതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ വിമർശിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുപ്പിയെടുത്ത് എറിയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒനീലിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ലാലേട്ടൻ വരുന്നുമുണ്ട്. എന്തായാലും ദേഷ്യം കൺട്രോൾ ചെയ്യണം, അതാണ് ഗെയിം എന്ന് പറഞ്ഞ് അക്ബറിനെ നേരെ കൺഫെഷൻ റൂമിലേക്കാണ് വിടുന്നത്. കൺഫെഷൻ റൂമിൽ അക്ബറിനെ കാത്തിരുന്നത് ഒരു ഫോൺ കോളാണ്. അത് അക്ബറിൻ്റെ ഉമ്മയായിരുന്നു. ആ സംസാരം കേട്ട് തുടങ്ങുമ്പോൾ തൊട്ട് അക്ബർ ആക്ച്വലി ഭയങ്കരമായിട്ട് ബ്രേക്കായിപ്പോയി. അക്ബർ കരയാണ്. ഇതിൽ ഈ അമ്മ അല്ലെങ്കിൽ ഉമ്മ സംസാരിക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഈ അമ്മമാർ, ആൺകുട്ടികൾ, അതിൻ്റെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല അക്ബർ എവിടെ പോയി എന്ത് കാര്യം കാണിച്ചു കഴിഞ്ഞാലും, കുറ്റം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ അമ്മമാർക്കുണ്ടാവും. അമ്മമാരെ സംബന്ധിച്ച് അവർ വളർത്തി വലുതാക്കിയിട്ടുള്ള മക്കൾ എന്നും അവരുടെ മുമ്പിൽ കുഞ്ഞുങ്ങളാണ്. അവർ വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകില്ല. പല അമ്മമാരും വാദിക്കുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളർത്തി വലുതാക്കിയിട്ടുള്ള എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നാണ് ഇവരുടെ മനസ്സിലുള്ളത്. പക്ഷേ പലതരം സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ മനുഷ്യർ പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അക്ബർ അടക്കമുള്ള ആളുകൾ, ഇവരുടെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വളരെ അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവം, ഇതൊരിക്കലും ഉമ്മമാരുടെ അടുത്ത് കാണിക്കില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഈ സാധനം കാണിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്കിതറിയില്ല. അവർ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും നന്നായിട്ട് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവിടെ പോയി ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് തോന്നും. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയും കൂടി കാണുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്കായി പോകും. എന്തായാലും നീ ഇങ്ങനെ ഈ ചെയ്യുന്നതൊക്കെ ഇത് ഞാൻ വളർത്തിയതിൻ്റെ കുഴപ്പമാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. നീ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചിരിച്ച് കളിച്ച് തന്നെ നടക്കുക, ഇങ്ങനെ ദേഷ്യപ്പെടരുത് എന്നൊക്കെ ഉമ്മ പറഞ്ഞത് അത് അക്ബറിന് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ട്. ആ ഒരു ഫോൺ സംഭാഷണം അത് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും എല്ലാവർക്കും അത് ഇമോഷണലി വല്ലാണ്ട് കണക്റ്റ് ആവുകയും പലരും കരയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അക്ബർ തിരിച്ച് ഈ ആൾക്കൂട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ബിഗ് ബോസിൻ്റെ ഒരു ഗംഭീര സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആദ്യം അക്ബർ എന്താണ് ചെയ്തിരുന്നത് എന്ന് അക്ബറിന് കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഉമ്മയുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അക്ബറിന് മനസ്സിലാവും ഉമ്മ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് ഭയങ്കര സൈക്കോളജിക്കലി ഒരാളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. അത് ചുമ്മാ ഇപ്പോൾ ഉമ്മയുടെ ഒരു സംസാരമാണ് കേട്ടിരുന്നെങ്കിൽ അക്ബറിന് ഇങ്ങനെ ഫീൽ ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ അക്ബർ ഡിഫെൻഡ് ചെയ്തേനെ, ഉമ്മ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഇതാണ്, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ ഈ രാജാവ് നഗ്നനാണ് എന്നുള്ളത് ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് അക്ബർ എന്താണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് അക്ബറിന് മനസ്സിലായി. ഉമ്മയുടെ അടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കണ്ട, നടക്കില്ല എന്നുള്ള അത് ആദ്യം പൊളിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഉമ്മയോട് സംസാരിക്കുന്നത്. അതൊരു സൈക്കോളജിക്കലി നല്ല പരിപാടിയായിരുന്നു. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാനുള്ളൊരു കാര്യം ഇതിനു മുമ്പ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നാമത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കമൻറ്റ് ബോക്സുകളും ഞാൻ നോക്കാറില്ല. നമ്മുടെ കമൻറ്റ് ബോക്സ് ക്ലീൻ ആക്കി വെക്കുക എന്ന് പറയുന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കമൻസിലൂടെ അധികം കടന്നു പോകേണ്ടി വരുന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും അക്ബർ ഇപ്പോൾ മുട്ടി നിൽക്കുന്നത് വളരെയധികം PR വർക്കുകളും ഒക്കെ നടക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ആരാധകർ ഒരുപാടുള്ള അനുമോൾ, ഷാനവാസ് പോലെയുള്ള ആളുകളോടൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും അക്ബറിനെതിരെ ഒരു ഹെയ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ, തങ്ങളുടെ എതിരാളി എന്നുള്ള രീതിയിൽ അയാളെ നോക്കിക്കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ദാറ്റ്സ് ഫൈൻ. പക്ഷേ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു ആക്രമണമായി മാറുകയും അത് അയാളുടെ കുടുംബാംഗങ്ങളിലേക്ക് നീളുകയും ചെയ്യുമ്പോൾ, ഇപ്പോൾ അക്ബറിൻ്റെ ഉമ്മയൊക്കെ സംസാരിക്കുന്നതിൽ നിന്ന് അവർ ഈ കമൻസൊക്കെ കാണുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ അത്തരം കമൻസിൽ ചിലതെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഒരു വിഷമവും കൂടി അവരുടെ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ ശബ്ദത്തിൽ ഇടർച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടുള്ള വീണ്ടും പറയുന്നൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇവരെ ഈ വ്യക്തിപരമായി ആക്രമിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുക, അതുപോലെയുള്ള പ്രൊമോഷൻ
പ്രൊമോഷനിലോ അല്ലെങ്കിൽ പേരുദോഷം വരുത്തി വെക്കുന്നതോ അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ ഈ കുടുംബാംഗങ്ങളെ വലിച്ചിടാതിരിക്കുക, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിലേക്ക് കയറി ആക്രമിക്കാതിരിക്കുക എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അക്ബറിൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും വളരെ പ്രിയപ്പെട്ട കുറേ ആളുകൾ പുറത്തുണ്ട്. അവരൊക്കെയും ഈ പറയുന്ന കമൻറ്റ് ബോക്സും കാര്യങ്ങളും കണ്ട് അതിലെ ഈ കടന്നു കയറിയുള്ള വിമർശനങ്ങൾ കണ്ട് വേദനിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. ഗെയിമിനെ നമ്മൾ വിമർശിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവരതിനൊക്കെ പ്രിപ്പയർഡാണ്. പക്ഷേ വീട്ടിൽ കയറി വിമർശിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ? അപ്പം അതൊന്ന് ശ്രദ്ധിക്കാമെന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഇതിനെ പിന്നീട് സംഭവിച്ചത് ഒനീലിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഈ റെനയുടെ അടുത്തൊക്കെ വളരെ മോശം വാക്കുകളാണ് ഒനീൽ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ഒരു ലോഗമൊക്കെ കണ്ട ആളല്ലേ, നിങ്ങളിങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അഭിലാഷിൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ ചാർജ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നു. ആര്യൻ ചെരുപ്പൂരി എറിഞ്ഞതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആര്യൻ്റെ ചെരുപ്പൂരൽ അല്ലെങ്കിൽ ചെരുപ്പെറിയൽ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതാക്കി വിടേണ്ട ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആര്യനെ സംബന്ധിച്ച് ആര്യൻ്റെ ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ നിലനിൽപ്പിനും അതുപോലെ ഒരുപാട് പുള്ളി നേരിടാൻ പോകുന്ന ഗെയിംസിനൊക്കെ, അതായത് ആര്യനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആര്യൻ്റെ ഒരു കംഫർട്ട് സോൺ അവിടെ പൊളിച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് തീരുന്നത്. അതിനുശേഷം ഈ ബിഗ് ബോസ് ഹൗസിലെ ഇവരുടെ വഴക്കുകൾ, തെറിവിളികൾ, ഇതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ അവരവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ ഈ എല്ലാ ആൾക്കാരും ഇപ്പം അഭിലാഷ്, അക്ബർ എന്നൊക്കെ പറയുന്നത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയുന്നുണ്ട്. ചിലർ അക്ബറിനെ പറയുന്നില്ല, ചിലർ അഭിലാഷിനെ പറയുന്നില്ല. പക്ഷേ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു പേര് ഒനീലാണ്. ഒനീലിനെ കുറിച്ച് പ്രായത്തിൽ ചെറിയതായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒനീൽ ഈ പറയുന്ന ഏജ് വെച്ചിട്ടാണല്ലോ റെനയുടെ അടുത്ത് കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ പ്രായത്തിൽ ഇളയതായിട്ടുള്ളൊരു പെൺകുട്ടി ഒനീലിനോടായിട്ട് പറയുന്നത് കുറച്ചും കൂടി നിലവാരത്തിൽ കളിക്കുക എന്നാണ് ഒനീലേട്ടനോട് പറയാനുള്ളതെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഒനീലിനോട് പറഞ്ഞത് നിങ്ങൾ കുറേ ലോകം കണ്ടിട്ടുള്ള ആളല്ലേ എന്നുള്ളതാണ്. ലോകം കണ്ടിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ വഴക്കിടാണ്ടിരിക്കും. ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിമർശിക്കുക, വഴക്കുണ്ടാക്കുക, ഇതൊക്കെ നാച്ചുറലാണ്. ലോകം കണ്ടു എന്ന് വെച്ചിട്ട് വഴക്കിടാണ്ടിരിക്കില്ല. പക്ഷേ നിങ്ങൾ ലോകം കാണും തോറും, മനുഷ്യന്മാരെ കൂടുതൽ അടുത്തറിയും തോറും നിങ്ങൾ വ്യക്തികളെ മനസ്സിലാക്കുക, പരിഗണന കൊടുക്കേണ്ട ഒരു വിധം മനസ്സിലാക്കുക, റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ ലോകമെമ്പാടും ട്രാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളിലൂടെ നമ്മൾ കടന്നു പോകും. അതിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു പക്വതയുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്കുണ്ടാകുന്ന നമ്മൾ ഭയങ്കര അറ്റ് പീസ് ഒരു ലെവലിലേക്ക് അങ്ങനെ വരിക എന്നുള്ളതാണ് ഒരു ബേസിക് കാര്യം. പക്ഷേ ഒനീൽ അപ്പോഴും പ്രായത്തിൻ്റെ പേരിൽ, അത് പകുതിയിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ അടുത്താണ്, ഒനീലിൻ്റെ തന്നെ ഭാഷയിൽ കുട്ടിയുടെ അടുത്താണ് ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, വളരെ മോശം പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട്. അവിടെയാണ് ലാലേട്ടൻ പറയുന്നത് നിങ്ങൾ ഇത്രയും ലോകം കണ്ട ആളല്ലേ എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രസക്തി ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അടുത്ത് നിന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കില്ല. കാരണം പുള്ളി കുറേ ലോകം കണ്ടതല്ലേ, കുറേ മനുഷ്യന്മാരെ കണ്ടതല്ലേ, അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പുള്ളിക്ക് ഉണ്ടാവില്ലേ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ആളുകൾ ഈ പറഞ്ഞതിന് ശേഷം ആര്യൻ്റെ അടുത്ത് ചെരുപ്പിൻ്റെ കാര്യം, അതുപോലെ റെനയുടെ അടുത്ത് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്തുള്ള ഒനീലിൻ്റെ റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബാക്കി പലർക്കും ഈ എണീപ്പിച്ച് നിർത്തി ലാലേട്ടൻ പറയുന്നത് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുമ്പ് ലാലേട്ടൻ ഇത് പറയുകയും ഇവരൊക്കെ ഇത് തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അപ്പോൾ പോലും അതിനെ കേൾക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ ഒനീലിൻ്റെ ഭാഗത്തു നിന്ന് അതില്ല. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ലാലേട്ടൻ പറയുന്ന പോലെ നിങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയൊരു ബേബി ആയിട്ട് തിരിച്ചു വരുന്നു. അത് എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഇവരോട് മാത്രമായിട്ടല്ല, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുക, എല്ലാവരോടും നന്നായി പെരുമാറാൻ പഠിക്കുക, അതിനോടൊപ്പം ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാവുക, മത്സര ബുദ്ധി ഉണ്ടാവുക, ഇതെല്ലാം കൂടി ചേരുന്നൊരു പുതിയ ബേബി ആയിട്ട് തിരിച്ചു വരാനാണ് ലാലേട്ടൻ അവരോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പ്രേക്ഷകരോടാണ് മാപ്പ് പറയുന്നത്, അവർക്ക് വേണ്ടി മാപ്പ് പറയുന്നു എന്നുള്ളത്. അത് കുറച്ച് ആളുകൾക്കെങ്കിലും, ആ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾക്കും കൂടി മനസ്സിലാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം പറയുന്നത് നിങ്ങൾക്ക് ആർക്കും അവിടെ യാതൊരു പ്രത്യേകതയില്ല, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഇത് കുറച്ച് ആളുകൾക്കുള്ള ഒരു മെസ്സേജ് കൊടുക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ദേഷ്യപ്പെടുമോ, എന്ത് വേണേലും ആയിക്കോ, പക്ഷേ ഭാഷ അത് ശ്രദ്ധിക്കണം എന്ന് ലാലേട്ടൻ ഒരു നല്ല വാണിംഗ് ആണ്. പക്ഷേ വാണിംഗ് കൊടുപ്പോൾ മാത്രമേ കാണുന്നുള്ളല്ലോ എന്നുള്ളൊരു ചെറിയ വിഷമം എനിക്കുണ്ട്. ഒരാളെ ഒന്ന് ശിക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പേടിയുണ്ടാകും. ഒരു പക്ഷേ ഇനി അടുത്ത് വരുന്ന ആഴ്ചകളിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായേക്കാം. കാര്യം ഒന്ന് പറഞ്ഞ് രണ്ടിന് ശിക്ഷിക്കുക എന്ന് പറയുന്നൊരു കാര്യമല്ലല്ലോ. കുറച്ചും കൂടി വാണിംഗ് കൊടുത്ത് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുത്ത് അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ ലാലേട്ടൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് അത് ഭയങ്കര രസമാണ്. കാര്യം ഇവരെല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് വീട്ടുകാരെയാണ്, അല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി ചെയ്തോണം, വീട്ടുകാരോട് ചെയ്തോണം, നീ നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ, നിൻ്റെ വീട്ടുകാർ അങ്ങനെയാണോ. ഈ വീടിനെ തൊട്ട് കളിക്കുന്ന ഒരുപാട് ഡയലോഗുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജികൾ നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി എന്നോണം ലാലേട്ടൻ പറഞ്ഞാണോ എന്ന് എനിക്ക് തോന്നി. വല്ലതും നശിപ്പിക്കണമെങ്കിൽ, ഓരോന്നൊക്കെ എടുത്ത് എറിയുന്നതിനൊക്കെ പറയുന്നതാണ്, വല്ലതും നശിപ്പിക്കണമെങ്കിൽ വീട്ടിൽ പോയി ചെയ്തോണം എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് കണ്ട ഒരു ജസ്റ്റർ എനിക്ക്
ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അതായത് ലാലേട്ടൻ മാറി അതിനുശേഷം അക്ബർ അവിടെ ഇരിക്കുകയാണ്. അക്ബർ ആക്ച്വലി തകർന്നുപോയി. ഇതിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റബോധം, സങ്കടം, അതിൻ്റെയൊക്കെ കൂടെ ഈ പേര് പറയാൻ പറ്റാത്ത കുറേ വികാരങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കാരണം വീട്ടുകാർ അത്രയും വിഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര പെയിനുണ്ട്. അപ്പോൾ ആ പെയിനും എല്ലാം കൂടിയായിട്ട് അക്ബർ ആക്ച്വലി ഇമോഷണൽ സംഭവത്തിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവിടെ കൊലകൊമ്പന്മാരായിരിക്കുന്ന പല ആളുകളും തകർന്നു പോകുമായിരുന്നു. കാര്യം ഇത്രയും ദിവസത്തിന് ശേഷം വീട്ടുകാരോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് അത് വളരെ ഇമോഷണലി ടച്ച് ചെയ്യും. ആ ഘട്ടത്തിൽ അക്ബറിനോട് അങ്ങോട്ട് ചെന്ന് ആദ്യം സംസാരിക്കുന്നത് അനീഷാണ്. നമ്മൾ അനീഷിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷിന് നേരെയാണ് അക്ബർ തലയണ എടുത്തെറിഞ്ഞത്. അപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവൻ എന്നോട് വന്ന് മാപ്പ് പറയട്ടെ എന്ന് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന പല ആളുകളും ചിന്തിച്ചിരുന്നത് പോലെ അനീഷിന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അനീഷ് അങ്ങോട്ട് ചെന്നിട്ടാണ് പറഞ്ഞത് സാരമില്ല, അത് ശരിയാവും, അല്ലെങ്കിൽ ഒരു ആശ്വസിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങോട്ട് പോയി അനീഷാണ് ചെയ്യുന്നത്. അതൊരു നല്ല ജസ്റ്ററായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ശാരിക എണീറ്റ് പോയി അക്ബറിൻ്റെ അടുത്ത് ആ പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ ചെയ്തു പോയതാണ്, അത്രയും റൂഡാവാൻ പാടില്ലായിരുന്നു എന്ന് അക്ബർ പറയുമ്പോൾ താനൊരു പാട്ടുകാരനൊക്കെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ശാരിക ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ജിസ്ജോയുടെ ഡയലോഗ് പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാനും സ്വന്തം ഭാഗത്തെ തെറ്റുകൾ അതൊന്ന് തിരുത്താനും തയ്യാറായാൽ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങളും തീരും. അത് കഴിഞ്ഞ് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഭിലാഷ് അങ്ങോട്ട് എണീറ്റ് പോയി റെനയെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെനയുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചതിൽ കുഴപ്പങ്ങളുണ്ട് എന്ന് അഭിലാഷിന് തോന്നിയിട്ടുണ്ടാവണം. അതുപോലെ അനീഷ് അക്ബർ തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അങ്ങോട്ട് എന്ന് ആശ്വസിപ്പിച്ചത്. ശാരികയാണെങ്കിലും അങ്ങോട്ട് പോയി. അവർ രണ്ടുപേരും അക്ബർ വന്ന് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തില്ല. അവിടെയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജിസ്ജോയ് പടം കാണുന്ന പോലെ ഉണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ. പക്ഷേ അപ്പോഴും ഒനിയിൽ അനങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ 1 hour എപ്പിസോഡിൽ അവർ കാണിക്കാതിരുന്നതാണ് 24/7 കണ്ടാൽ മനസ്സിലാവുമെന്ന് പറയാൻ ഇതിൻ്റെ വേറെ ലീക്ഡ് ക്ലിപ്പൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഒനിയിൽ അനങ്ങിയില്ല. അതൊരു ഇനിയും വിട്ടുകൊടുക്കാത്ത ഈഗോയുടെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. അത് നേരത്തെ ആളുകൾ, അതായത് പൊതുജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ക്ലിപ്പുകളുടെ സമയത്തും ഒക്കെ ഒനിയിലിൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് വിസിബിൾ ആയിരുന്നു. അത് കഴിഞ്ഞ് രേണു പറഞ്ഞൊരു ഡയലോഗിനെ ലാലേട്ടൻ തമാശയായിട്ട് പറയുന്നുണ്ട്. രേണു ആക്ച്വലി അത് ശരത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനിയൊരു 56 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആ 86 ദിവസം അവിടെ പിടിച്ച് നിൽക്കേണ്ടതാണ്. അതാണ് ഗെയിം. അതിനെക്കുറിച്ചാണ് രേണു അത്രയും സിമ്പിളായിട്ട് പറഞ്ഞത്. അത് ലാലേട്ടൻ അതിലേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു, ഫുഡ് ടാസ്കിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തരും കഴിച്ച ടേസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അതിനുശേഷം ആനിമൽ മാസ്ക് വെച്ചിട്ടുള്ള ആ ഗെയിമിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ ഗെയിം മനസ്സിലാക്കാതെയാണോ കളിച്ചത്? കാരണം ഇവർ ഓരോരുത്തരും കയറിയതിന് ശേഷം ഓരോ ആനിമലിനെ സെലക്ട് ചെയ്തിട്ട് അവർ ഇന്നതാണ് എന്ന് പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതിലെ പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ പിന്നീട് വരുന്ന ടീമിന് കുറച്ചും കൂടി എളുപ്പമാവല്ലേ. കാരണം ഇയാളുടെ ക്യാരക്ടർ വെച്ചിട്ട് ഇന്ന ആനിമൽ ആയിരിക്കും എന്ന ആളുകൾ ഉറപ്പിക്കുന്നതും അവർ സെലക്ട് ചെയ്തതൊക്കെ സിമിലർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ശരിക്കും മറ്റുള്ളവർ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ആനിമലിനെയോ ബേർഡിനെയോ വേണമായിരുന്നു അവർ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മനസ്സിലാവുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ലാലേട്ടൻ ചോദിച്ചു. അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പാനിച്ചേർത്ത് ഞാൻ കാണ്ടാമൃഗത്തിനെ സെലക്ട് ചെയ്തു, എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നത് കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നത് അത്ര കട്ടി വേണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു എലമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല ഗെയിമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ടാസ്കിലേക്ക് പോവാണ്. അപ്പോൾ ത്യാഗം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാരെ എണീപ്പിച്ച് നിർത്തും എന്ന് പറഞ്ഞാൽ അതിലെ 100 എണീറ്റ് നിൽക്കുന്നുണ്ട്. അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇമോഷൻ വന്നപ്പോഴേക്കും 750 പോയിൻറ്റ്സിന് വേണ്ടിയാണ് പോയത്, പക്ഷേ ഫാമിലി എന്ന് പറഞ്ഞൊരു ഇമോഷൻ വന്നപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകാതെ കളിക്കണമായിരുന്നു. ഈ ഫാമിലീസൊക്കെ ഏത് വീക്കിലാണ് വരുന്നതെന്ന് നിങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കണമായിരുന്നു. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇത് ത്യാഗത്തിൻ്റെ കളിയാണെന്നാണോ വിചാരിച്ചത് എന്നുള്ളതാണ്. കാരണം ഇത് ത്യാഗത്തിൻ്റെ കളിയല്ല. ബിഗ് ബോസിൽ നമ്മൾ വന്നിരിക്കുന്നത് എല്ലാം വിട്ടുകൊടുത്തിട്ട് വേറെ ആൾക്കാരെല്ലാം ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളിതിനെ മത്സരമായി കാണുക, ടാസ്കിനെ മനസ്സിലാക്കി കളിക്കുക, പരമാവധി പോയിന്റ്സ് സ്വന്തമാക്കുക. ഇതാണ് ഇവിടുത്തെ ഗെയിം. അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ ഗെയിം നിങ്ങൾ ഇമോഷൻ വെച്ച് കളിക്കേണ്ടതല്ല. ഇപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ നോക്കാനാണെങ്കിൽ നെവിൻ, അതുപോലെ ചില സമയത്തെങ്കിലും അനീഷ്, ഇങ്ങനെയുള്ള വളരെ കുറച്ച് ഗെയിമേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലരും ഈ ഇമോഷൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഭയങ്കര ഇമോഷണലായിട്ട് എടുക്കും. തൊട്ടടുത്ത് നടന്ന ടാസ്ക് എടുത്ത് നോക്കുകയാണെങ്കിലും അനീഷ് വളരെ ബുദ്ധിപരമായിട്ടാണ് ആ ഗെയിം കളിച്ചത്. പക്ഷേ ബാക്കിയുള്ളവരുടെ ഇമോഷനെ കൂടി മുതലെടുത്തുകൊണ്ട് സ്വന്തം ഫ്രണ്ടിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നിലപാടുകൾ മാറ്റിമറിച്ച് കളിച്ച് ആര്യനാണ് ആക്ച്വലി ആ ടാസ്ക് കുളമാക്കി കളഞ്ഞത്. അതുപോലെ ഇപ്പോൾ ആദില നൂറയാണെങ്കിലും ഈ ത്യാഗം ചെയ്യുന്ന പരിപാടി വന്നപ്പോഴും ഇവർ ഈ
ഇമോഷണലി കളിക്കേണ്ട ഒരു കളിയല്ല ഇത്, ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട കളിയാണ് എന്ന് ലാലേട്ടൻ എല്ലാ ആഴ്ചയും വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ ആ ഇമോഷനിൽ നിന്ന് വിട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ധൈര്യശാലികൾ എന്ന് പറയുന്ന ആ ഒരു ഗെയിമിലേക്ക് വന്നു. അപ്പോൾ അനീഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. എനിക്കത് ആദ്യമേ കിട്ടി, ഇപ്പോൾ മുതൽ എന്ന് പറയുന്ന ഒരു വേർഡ് അതിനകത്തുണ്ടായിരുന്നു, ഞാൻ അപ്പോൾ മുതൽ അത് ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ്. എനിക്ക് അവിടെ ആ ഗെയിമിലുണ്ടല്ലോ ഇവരുടെ ഒരു വേർതിരിവിനെ കൂടി ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ആര്യൻ വന്നു, ജിസൈലും വന്നു. ജിസൈലിൻ്റെ മുടി മുട്ടയടിക്കാൻ സമ്മതിക്കില്ല, ആര്യനും പറ്റൂല. അപ്പോൾ പിന്നെ അനീഷ് ചെയ്യണം എന്നവരങ്ങ് തീരുമാനിക്കുകയാണ്. അനീഷ് ആ ടാസ്ക് എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിൽ അനീഷ് മുട്ടയടിക്കാത്തതാവുമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു വേർതിരിവൊക്കെ ഉണ്ടല്ലോ. ഞാനും എൻ്റെ ഫ്രണ്ടും എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ സേഫ് ആയിട്ടിരിക്കും, ബാക്കിയുള്ളവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ സെലിബ്രിറ്റീസ്, അവൻ കോമണർ, അവൻ്റെ മുടി പോയാൽ ഇപ്പം എന്താ കുഴപ്പം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടണമായിരുന്നു എന്ന് തോന്നി. പക്ഷേ അതിലേക്കൊന്നും പോയില്ല. ഈ ഗെയിമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിസൈൽ പറയുന്ന ഡയലോഗ് തന്നെ ശ്രദ്ധിച്ചാൽ മതി. തുണിയോ ഇല്ല, ഇനി മുടിയും കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എപ്പോഴും ഈ ഇമേജിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ധൈര്യശാലി ആയിട്ടുള്ള ഒരാളെയായിരുന്നു. അത് തന്നെയാണ് അഭിലാഷ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആ ഗെയിമിൽ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിസൈൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ആസ് എ ഗെയിമർ ജിസൈൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവരുടെ കോസ്റ്റ്യൂമും മേക്കപ്പും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരത്രേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ശൈത്യം എണീറ്റുന്നു, ശൈത്യം അനുമോളടക്കം കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ മുടി മുട്ടയടിക്കുമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് ഇടയ്ക്കെപ്പോഴും ഒരു സംശയം തോന്നി. പക്ഷേ അവർ വളരെ സ്ട്രോങ് ആയിട്ട് എണീറ്റിരുന്നു. ശൈത്യ അത്രയും ശക്തമായിട്ടാണ് പറഞ്ഞത് ലാലേട്ട ഞങ്ങൾ ടാസ്കിൻ്റെ ഭാഗമായി മുടി മുട്ടയടിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അഭിലാഷ് ആ വിഷയത്തിനെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടിപ്പോയി ആദ്യം ആര്യനെയും ജിസേൽ എന്ന് പറഞ്ഞ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഒരു രണ്ടാം തരക്കാരായി കാണുന്നു, അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ടാസ്ക് ഏൽപ്പിച്ചതിന് ശേഷം മിച്ചം വരുന്നതൊക്കെയാണ് എന്നെയും നെവിനെയൊക്കെ ഏൽപ്പിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ അഭിലാഷ് കാര്യങ്ങളെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ശൈത്യയും അനുമോളും ഒക്കെ മുടി മുട്ടയടിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഒരു സ്റ്റോർ റൂമിൽ നിന്നൊരു ബോക്സ് കൊണ്ടുവരുന്നുണ്ട്. ആ ബോക്സാണ് ആക്ച്വലി ടാസ്ക് ഏറ്റെടുക്കേണ്ട സമയത്ത് ജിസൈലിൻ്റെ മുന്നിൽ വെച്ചിരുന്നത്. ജിസൈലിന് കിട്ടിയിട്ടുള്ള കാർഡ്, ആ മുകളിലിരുന്ന കാർഡിൽ തല മുട്ടയടിക്കണം എന്ന് പറയുന്ന കാര്യം കണ്ടതോടുകൂടി ജിസൈൽ അവിടെ നിന്ന് വിട്ടു. അതായത് ജിസൈലിൻ്റെ മുമ്പിൽ ഒരു കവർ ഇരിപ്പുണ്ടായിരുന്നു. ആര്യൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജ്യൂസിൻ്റെ കവർ ആര്യൻ തുറന്നിട്ടുണ്ടായില്ല. ജിസൈലിന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ആര്യൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ജിസൈലിൻ്റെ മുമ്പിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് തുറക്കുക എന്ന് പറയുന്ന ഒരു മിനിമം കാര്യം അവർ ചെയ്യണമായിരുന്നു. പക്ഷേ മുടി മുട്ടയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഞാനും ഇല്ല അവളും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ അതിൻ്റെ മുന്നിൽ കയറി നിന്നു. ആര്യൻ്റെ നിലപാടില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ നിലപാടുകളുടെ ഒരു കുത്തൊഴുക്കിനെ കുറിച്ച് അവരവിടെ കാണിച്ചിട്ടുണ്ട്. അത് അടുത്ത വീക്ക് മുഴുവൻ ഏത് ടാസ്കിൽ വേണമെങ്കിലും എല്ലാവർക്കും ആര്യനെ മലർത്തിയടിക്കാൻ പറ്റുന്ന, ഏത് കോൺവെർസേഷനിലും ആര്യനെ മലർത്തിയടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും ദിവസം ആര്യൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എന്ന് പറയുന്ന, എന്നെ സംബന്ധിച്ച് എനിക്കത് കേൾക്കുമ്പോൾ ഇപ്പം ഇക്കിളിയാവാണ്. എന്തോന്ന് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, നമ്മുടെ കൂട്ടുകാരനും കൂട്ടുകാരിക്കും വേണ്ടി ബാക്കിയുള്ളവനെ ഏത് കുഴിയിലും തള്ളിയിടുക എന്ന് പറയുന്നത് പോലെ അതും ഈ പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വിഷയം എടുത്ത് മുന്നിൽ വെച്ചിട്ടൊക്കെയാണ് ഇയാൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ആര്യനെ അവിടെ വലിച്ചേറി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ബോക്സ് തുറന്നു നോക്കിയില്ല. അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളത് തുറന്ന് നോക്കണ്ടേ, അതാണല്ലോ അപ്പോഴാണല്ലോ ആ ടാസ്കിൻ്റെ ഒരു പൂർണ്ണതയിലേക്കൊക്കെ വരിക. എന്തായാലും ആ ബോക്സ് നമ്മുടെ ശൈത്യ മുടി മുട്ടയടിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും ബോക്സ് തുറക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ട്രിമ്മർ കൂടാതെ ഒരു ലെറ്ററും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബിഗ് ബോസ് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറയുമെന്ന് തോന്നുന്നുണ്ടോ, അതുകൂടാതെ നിങ്ങൾ 1000 പോയിൻറ്റ്സ് എടുത്തോളൂ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ സമയത്ത് നെവിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ലാലേട്ട എന്നുള്ളത്. അതുമാത്രമല്ല നെവിൻ ആ ടാസ്കിന് പോകാൻ റെഡി ആയിട്ട് നിന്ന ആളാണ്. ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ ആളാണ്. അഭിലാഷ് അത് ചെയ്തോളാം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് ശൈത്യ പറയുന്നുണ്ടല്ലോ ഞാനിത് ഏറ്റെടുത്തോളാം, ഞാൻ മുടി മുട്ടയടിക്കും. ആ സമയത്ത് ആര്യൻ പുറകിലിരുന്ന് പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ ഷോയ്ക്ക് പറയുന്നതാണെന്ന്. ആര്യൻ എന്ത് റൈറ്റാണുള്ളത്? ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം വന്നു കഴിഞ്ഞപ്പോൾ സ്വജനപക്ഷപാതപരമായി മാത്രം കാര്യങ്ങൾ കണ്ട, സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ആര്യൻ എങ്ങനെയാണ് ശൈത്യയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുക? അത് ശൈത്യ ചെയ്ത് കാണിക്കുകയല്ലേ വേണ്ടത്. എന്തായാലും ആ ഗെയിമിൽ നന്നായി കളിച്ചത് അനീഷാണ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ കൺഗ്രാറ്റ്സ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആ ട്രിമ്മർ അത് വേണമെങ്കിൽ ആര്യനോട് എടുത്തോളാൻ പറഞ്ഞു. ആര്യൻ അത് താങ്ക് യു ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രിമ്മർ എടുക്കുന്നു. ഓണാക്കാൻ നോക്കുമ്പോൾ അതിൽ ചാർജില്ല, ചാർജർ കൊടുത്തിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ അങ്ങോട്ട് ചോദിക്കുന്നത് ഈ മുടി മുട്ടയടിക്കാൻ സമ്മതിക്കാത്ത ഞങ്ങൾ ഈ താടി ട്രിം ചെയ്യാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്തേക്ക്, അത് അവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളാൻ പറയുന്നുണ്ട്. ആര്യം മറ്റേ റിലീജിയൻ കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട്, അതിന് കൂടി കൊടുത്ത ഒരു കൊടുക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആര്യനത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആര്യനെ ഇങ്ങനെ വറുത്ത് കോരി പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇനി അത് ആൾക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം. അതിനുശേഷം എവിക്ഷൻ ലിസ്റ്റിലുള്ളവരെ എണീപ്പിച്ച് നിർത്തി അവരെ ഇരുത്തി, അത് കഴിഞ്ഞ് ഭൂമി കയ്യേറ്റം ടാസ്കിലേക്ക് പോകുന്നുണ്ട്. ഒരു പണിയും ചെയ്യാതെ സൈഡിൽ മാറി നിന്ന രേണുവിനെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആദില, ശാരിക
ഇടിയുണ്ടായതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ലാലേട്ടൻ ആ ഗെയിമിൻ്റെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കാണിച്ചു. അതിനൊരു ഫൺ ആംഗിളിൽ മ്യൂസിക്കൊക്കെ ഇട്ട് പ്ലേ ചെയ്തു. അതിലൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിന് ശേഷം ആരും ഒരു വുമൺ കാർഡൊന്നും ഇറക്കിയില്ല. അതായത് എൻ്റെ ശരീരത്ത് അവിടെ കയറി പിടിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ ഞങ്ങൾ വീക്കാണ്, ഞങ്ങളെ തകർക്കാൻ നോക്കി എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഉണ്ടായില്ല. എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പങ്കെടുത്തതിന് ശേഷം ഉണ്ടായ മുറിവുകളും വേദനകളും എല്ലാം അവരതിനൊരു ഗെയിമായിട്ടാണ് കാണുന്നത്. അക്കാര്യത്തിൽ എല്ലാവരെയും അഭിനന്ദിക്കേണ്ടതാണ്. ലാലേട്ടൻ അത് പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞ് മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് എനിക്ക് ആ സീനൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്തതെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു ചെറിയ ഒബ്സർവേഷനും അതിൻ്റെ കൂടെ വെച്ചു. അത് കഴിഞ്ഞ് ശാരിക സരിക അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ശാരിക അവരുടെ സാധാരണ ഇൻ്റർവ്യൂസിൽ ചെയ്യുന്ന പോലെയുള്ള ചോദ്യങ്ങൾ സരികയോട് ചോദിച്ചതും സരികയ്ക്ക് അതിൽ വിഷമമായതും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം സരികയെ സ്റ്റോർ റൂമിലേക്ക് വിടുകയാണ്. അവിടെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സരിക തിരിച്ചു വരാൻ ലേറ്റ് ആവുന്നു. ലാലേട്ടൻ പവർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകുന്നു. അപ്പോൾ ഈ ടീമേറ്റ്സ് എല്ലാവരും തമ്മിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഡിസ്കഷൻ ആ സമയത്ത് ജിസേൽ പറയുന്നുണ്ട്, അതുവഴി എവിക്റ്റായി പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഇതൊരു ഗെയിമാണ്, നല്ലൊരു ഗെയിം സ്പിരിറ്റിൽ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ കാണണം. പക്ഷേ ഒരാൾ എവിക്റ്റായി എന്നൊക്കെ ഉള്ളത് ജിസേൽ അപ്പം തന്നെ ഉറപ്പിച്ച്, അവരുടെ ഒബ്സർവേഷൻ കറക്റ്റായിരുന്നു. സരിക എവിക്റ്റായി. ലാലേട്ടൻ പിന്നീട് അവരെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടാണ് ബാക്കി ടീംമേറ്റ്സിന് കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് സരിക ആ ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗെയിമറിൻ്റെ അഭാവം ഫീൽ ചെയ്യില്ല. പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു അഭാവവും ഫീൽ ചെയ്യില്ല. പക്ഷേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു മീഡിയേറ്ററിനെ മിസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്നൊരു ഫിഗർ അവിടെ മിസ് ചെയ്യും. എനിക്ക് അക്ബറിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, അക്ബർ ഉമ്മയോട് സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ശരിക്കും അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഫിഗറിനോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അടുത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ അവർ തമ്മിലുള്ള കാര്യം സരിക പറയുന്നത് ആദിലെയും അക്ബറിനെയും വല്ലാണ്ട് മിസ് ചെയ്യും എന്നുള്ളതാണ്, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അവരെയാണെന്ന്. അപ്പോൾ അക്ബറിനും തിരിച്ച് ആ ഒരു ബോണ്ടിങ് ഉണ്ടാവാം. സ്വാഭാവികമായും അക്ബറിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണെ നമുക്ക് അവിടെ മിസ് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഇവർ ആദിലെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞത് സരികയാണ്. അവിടെ വന്ന സമയത്ത് ആദ്യം ആദിലയോടും നൂറയോടും പറഞ്ഞത്, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു, ഇപ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഹൗസിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആദിലയാണെന്ന് പറയുമ്പോൾ ആ ഷോ സരിക എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ ഒരു ഹോമോഫോബിക്കായി അതിനെ ട്രീറ്റ് ചെയ്യുക, അവർ ഭയങ്കര പ്രശ്നക്കാരാണെന്ന് കാണുക, അവരൊരു ഏലിയൻസിനെ പോലെ ട്രീറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളിൽ നിന്ന് സരികയ്ക്കൊരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ സരികയെ പോലെ ചിന്തിക്കുന്ന, സരികയുടെ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള കുറേ അധികം ആളുകൾക്ക് അവരുടെ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ ഇതുപോലത്തെ ഷോസിൽ ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് വരുന്നതും അവർ തമ്മിൽ ഇടപെടുന്നതും ഒക്കെ ഒരു കാരണമാവുമെന്ന് തോന്നുന്നു. ഇന്നത്തെ ബിഗ് ബോസ് ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യവും ആദിലയുടെ പേര് അവർ പറഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ലാലേട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു. നാളെ ഇതിൽ കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് വരും എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 1 or 2 എവിക്ഷനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രി, കാര്യം എൻ്റെ കൂടെ വരും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം എന്നുള്ള പോയിന്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡ് എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശൈത്യയും അനുമോളും കൂടി ഇരിക്കുക. അപ്പോൾ അനുമോളുടെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സരിക ഔട്ടായി പോവുകയാണെങ്കിൽ, അതായത് ആദ്യം പോകുന്നത് സരികയാണെങ്കിൽ എൻ്റെ വൈഫിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കിക്കണം എന്ന് അപ്പാനി ശരത്ത് സരികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ബേസിക് ഹ്യൂമൻ കാര്യമാണ്. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ വൈഫിനെ കാണുകയാണെങ്കിൽ അവരോടൊന്ന് കണ്ട് സംസാരിക്കണേ, ഇവിടെയുള്ളത് ഇതിന് ഗെയിമായി കാണണമെന്ന് പറയണം എന്നുള്ളത് അത് ശരത്തിൻ്റെ ഒരു ടെൻഷനാണ്. ഗർഭിണി കൂടി ആയിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഏതൊരു ഭർത്താവിനും, സ്നേഹമുള്ള ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അത് അയാൾക്കുണ്ട്. അത് അയാളുടെ എല്ലാ സംസാരങ്ങളിലും നമുക്ക് വ്യക്തമാണ്. ഒരുപക്ഷെ കൂടുതൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവുന്നതിനേക്കാൾ അയാളുടെ ഫാമിലി എങ്ങനെ അത് വിചാരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം പുള്ളി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആ ഒരു കാര്യം സരികയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സരിക അത് ചെയ്യും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ശൈത്യയോട് ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞേൽപ്പിക്കാൻ പാടുണ്ടോ? അവരൊരു പാവമായത് അത് കേട്ടോണ്ടിരുന്നു, നമ്മളെങ്ങാനും ആണെങ്കിലോ എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഈ എൻ്റെ ഇഷ്യൂ ഇത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്, അതായത് ഇത് ഇങ്ങനെ ഇയാളെ ആക്രമിക്കാൻ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി ആദ്യം എടുത്ത് മുന്നിലേക്ക് ഇടുന്നത് അനുമോളാണ്. അനുമോൾ ആ ഒരു വലിയ വഴക്കിൻ്റെ ഇടയിൽ നിങ്ങൾ കാരണം ഇവിടുന്ന് ഒരു പെണ്ണ് ഔട്ടായിപ്പോയി എന്ന് പറയുന്ന ഡയലോഗ് എടുത്തിട്ടതിന് ശേഷമാണ് ഇത് ഇത്രയും വലിയൊരു ചർച്ച തന്നെയായി മാറുന്നത്. അപ്പോൾ ഈ പ്രശ്നം മുഴുവൻ തുടങ്ങി വെച്ചിട്ടുള്ള അനുമോൾ ചോദിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അയാൾക്ക് അയാളുടെ ജീവിതം നോക്കണ്ടേ? അനുമോൾക്ക് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അതിനെ ഗെയിമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരൊരു പാവമായതുകൊണ്ട് കേട്ടോണ്ടിരുന്നു, നമ്മളെങ്ങാനും ആണെങ്കിലോ, അത്രേ ഉള്ളൂ. അനുമോളെ പറഞ്ഞേൽപ്പിച്ചിട്ടില്ലല്ലോ. അനുമോളുടെ അടുത്ത് പറഞ്ഞേൽപ്പിക്കാൻ അപ്പാനി ശരത്തിന് തോന്നിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞേൽപ്പിച്ചാൽ പോയി ചെയ്യും, ഇവരൊരു പാവമാണ്, അവരെ വിശ്വസിക്കാം എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരാളോടല്ലേ ഇത് പറഞ്ഞേൽപ്പിക്കുള്ളൂ. അപ്പോൾ അനുമോളുടെ വിഷമം
അങ്ങനെ സരിക അത് പോയി ഈ പ്രശ്നം സോൾവ് ചെയ്യുമോ എന്നുള്ള ടെൻഷനാണോ, അതോ സരികയെ ഏൽപ്പിച്ചതുപോലെ എന്നെ ഏൽപ്പിച്ചില്ലല്ലോ എന്നുള്ള സങ്കടമാണോ, എന്താണെന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആര്യ കിരീടം വീണുടയാണ് ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആര്യൻ ചെരുപ്പെടുത്ത് എറിഞ്ഞത് അതൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. ചെരുപ്പാണ് എടുത്തെറിയുന്നത്. അത് വളരെ ഒന്നത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ നമ്മളങ്ങ് അപമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അക്ബർ എടുത്തെറിഞ്ഞത് ഒരു തലയണയാണ്, പക്ഷേ അക്ബറിൻ്റെ മുന്നിലുണ്ടായിരുന്നൊരു കാര്യമാണ്. ആര്യൻ്റെ കാലിൽ കിടന്നൊരു സാധനമാണ്. നിങ്ങൾ കാലിൽ നിന്ന് ചെരുപ്പൂരി എടുത്തിട്ട് വേണമല്ലോ ഇത് എറിയാൻ. നിങ്ങളിത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അപ്പോൾ അത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് നേരെ ചെരുപ്പെടുത്തെറിയാന്ന് പറയുന്നത് നിങ്ങൾ അയാളെ അത്രയും വില കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് അഭിലാഷിന് നേരെ എന്ന് പറയുമ്പോൾ അതിൽ വേറെയും കുറേ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും വിമർശിക്കപ്പെടേണ്ട, ഒരുപാട് നിർത്തിപ്പൊരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ലാലേട്ടൻ അത്രയും ആ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ആര്യന് ഈ ഒരാഴ്ചത്തേക്ക് കൊടുക്കാനുള്ള മാക്സിമം കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം ആര്യൻ വന്ന ദിവസം മുതൽ അയാളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. അയാളുടെ ഡ്രസ്സ്, അയാളുടെ മറ്റ് തിങ്സ് ഇതെല്ലാം ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പുള്ളി അനുഭവിക്കുന്നില്ല. പുള്ളിയാണെങ്കിൽ ഈ ലുക്സിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. മറ്റേ അടുക്കളയിൽ കറിക്കരിയുന്ന കത്തി എടുത്ത് വെച്ച് താടി മുറിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മുടി മുട്ടയടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ആര്യൻ്റെ പിടിവിട്ടുപോയി. ആര്യൻ്റെ നിലപാട് മഴ പെയ്യുന്നത് അപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അയാളുടെ തിങ്സ് അയാൾക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ ഒരുവിധം നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആവും. അതിൻ്റെ കൂടെ അയാളുടെ ഡബിൾ സ്റ്റാൻഡേർഡ്, ഡബിൾ ട്രിപ്പിൾ ഫോർബിൾ, ആ സ്റ്റാൻഡേർഡ് മുഴുവൻ എല്ലാവരെയും ഇരുത്തി കാണിച്ചു കൊടുത്തു. അപ്പം നാളെ ആരുടെയെങ്കിലും നിലപാടിന് ചോദ്യം ചെയ്താൽ അവർക്ക് തിരിച്ചടിക്കാനുള്ള മരുന്നുണ്ട്. പിന്നെ ആ ട്രിമ്മർ കൊടുത്തത് അതൊരു ഒന്നൊന്നര പണിയായിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞത്. കാര്യം ആര്യൻ ഏത് കാർഡും വിജയിക്കാൻ വേണ്ടി ഇറക്കും എന്നുള്ളതും തെറ്റ് സമ്മതിച്ച് തരാതിരിക്കാൻ എങ്ങനെ വേണമെങ്കിലും വാദിക്കും എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അയാളുടെ ഒരു മുഖം മൂടി അവിടെ വലിച്ച് കീറപ്പെട്ടു. അയാൾ ഇനി അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല. പുള്ളിയെ ഇനി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും കണ്ണും പൂട്ടി എന്താണെങ്കിലും കൂടെ നിൽക്കാമെന്ന് പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ജിസയിലും ഒരു പരിധി വരെ റെനയും മാത്രമായിരിക്കും. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ആര്യൻ കുറേ കൂടി എക്സ്പോസ് ചെയ്യപ്പെട്ടു. അത് ആര്യന് കൊടുക്കാവുന്നൊരു വലിയ ശിക്ഷയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള അയാളുടെ ദിവസങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് പോലെ വിത്തൗട്ട് മേക്കപ്പ്, സ്കിൻ കെയർ, അയാളുടെ ഡ്രസ്സും പരിപാടികളും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു അൺകംഫർട്ടബിൾ സ്പേസിൽ ആര്യൻ അങ്ങനെ നിൽക്കും. പക്ഷേ ഇനി നാളത്തെ എപ്പിസോഡും കൂടി കാണാനുണ്ട്. ഇത് തിരിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞ ലാലേട്ടൻ പിന്നെ സാരമില്ല വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊടുക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുപോലെ വേറെയും വിഗ്രഹങ്ങളൊക്കെ നാളെ വലിച്ചു കീറാനുള്ളതാണ്. വേറെയും വിഷയങ്ങളൊക്കെ കുറേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് സംഭവിക്കുമെന്നും എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ അറിയാം. എന്തായാലും നമ്മൾ അക്ബറിൻ്റെ വിഷയം വന്നപ്പോൾ, അക്ബറിൻ്റെ ഫാമിലിയുടെ വിഷയം വന്നപ്പോൾ സംസാരിച്ച അതേ കാര്യം എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഒനിയിലടക്കം യോജിക്കാൻ പറ്റാത്ത, വിമർശിക്കാൻ ഒരുപാട് തോന്നിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ പ്രവർത്തികളെ നമുക്ക് വിമർശിക്കാം, അവരുടെ ഗെയിം സ്ട്രാറ്റജിയെ നമുക്ക് വിമർശിക്കാം. പക്ഷേ വ്യക്തിയെ വ്യക്തിപരമായി ആക്രമിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അറ്റാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സെൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടല്ലേ, ആ സെൻസിനോടുള്ള റെസ്പെക്റ്റ് വെച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്ക് അത്തരം കാര്യങ്ങളുടെ ഭാഗമാകാതിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.